പ്രിയമുള്ളവരെ, ഇലക്ഷനും അതിൻ്റെ പ്രചാരണത്തിൻ്റെ തിരക്കിലുമാണ് നമ്മളിൽ പല ആളുകളും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല നീതിമാന്മാരായ ഭരണാധികാരികളെയും നേതാക്കളെയും നൽകട്ടെ. നമ്മൾ മുഷ്ടി ചുരുട്ടി പ്രകടനം വിളിക്കുമ്പോഴും മറ്റു റാലിയിൽ പങ്കെടുക്കുമ്പോഴും ഏത് തിരക്കിലാണെങ്കിലും നമ്മുടെ നിസ്കാരങ്ങൾ ഖളായി പോകുന്നുണ്ടോ? നമുക്ക് നമ്മുടെ നിസ്കാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നുണ്ടോ? പ്രത്യേകിച്ച് നാം സുബ്ഹ് നിസ്കാരവും അസ്ർ നിസ്കാരവും നാം ശ്രദ്ധിക്കണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പുറത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മഹാനായ ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹുവിനെ കൈപിടിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേലോട്ട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഓ ജരീറെ, ആ കാണുന്ന പൂർണ്ണചന്ദ്രനെ നീ കാണുന്നുണ്ടോ? അപ്പോൾ ജരീർ ഇബ്നു അബ്ദില്ലാഹിൽ ബജലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് വ്യക്തമായി കാണാം നബിയെ. ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗനൽ ഖമറ ലൈലത്തുൽ ബദർ. 14-ാം രാവിലെ ചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങളുടെ സൃഷ്ടാവായ അള്ളാഹുവിനെ നിങ്ങൾക്ക് ഒരു തിക്കും തിരക്കുമില്ലാതെ കാണാൻ കഴിയണോ? എന്നാൽ നിങ്ങളുടെ സുബ്ഹ് നിസ്കാരവും അസ്ർ നിസ്കാരവും നിങ്ങൾ കൃത്യസമയത്ത് നിസ്കരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാനുള്ള ഭാഗ്യമുണ്ടാവുമെന്ന് ഹബീബുനാ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. നമ്മളൊക്കെ ഷോപ്പിങ്ങിനോ കല്യാണത്തിനോ മറ്റോ പോയാൽ നിസ്കാരം അറിയാതെ ഖളാ ആകുന്ന നിസ്കാരമാണ് അസ്ർ നിസ്കാരം. ഖളാ ആകുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തയോ ബേജാറോ ഇല്ല. അള്ളാഹു നമ്മുടെ ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. നിസ്കാരങ്ങൾ മുറ പോലെ സമയാസമയങ്ങളിൽ മരണം വരെ നിർവഹിക്കാൻ സൗഭാഗ്യം നൽകട്ടെ. സുബ്ഹ് നിസ്കാരം പലപ്പോഴും നമ്മൾ വാട്സപ്പിലും മൊബൈലിലും ഇരുന്ന് കുറെ വൈകി ഉറങ്ങി ഖളാ ആകുന്നവർ. അള്ളാഹു നമ്മെ കാക്കട്ടെ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ കാണേണ്ട മുഖങ്ങൾക്ക് ഈ 2 നിസ്കാരങ്ങൾ അഥവാ അസ്ർ നിസ്കാരവും സുബ്ഹ് നിസ്കാരവും കൃത്യമായി സൂക്ഷിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. ഇതൊന്നുമില്ലാതെ നാളെ അങ്ങ് രക്ഷപ്പെടുന്നു വിചാരിക്കല്ലേ മുഅ്മിനീങ്ങളെ. ഏത് തിരക്കുകൾക്കിടയിലും നിസ്കാരങ്ങൾ മുറ പോലെ നിർവഹിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.